അഫാൻ. അഫാൻ എന്ന പേര് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ലല്ലേ? ആരും മറന്നിട്ടുണ്ടാവില്ല. അഫാൻ ചെയ്ത കുറ്റം എന്താ? ഒരു കുടുംബത്തിലെ 6 പേരെ മൃഗീയമായി ആക്രമിച്ച് അതിൽ 5 പേരെ ഭൂമിയിൽ നിന്നും മരണത്തിലോട്ട് വിട്ടുകൊടുത്തു. ഉമ്മ മരണത്തിൽ നിന്ന് ഇപ്പോൾ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. എന്തായാലും അഫാൻ കസ്റ്റഡിയിലായി. ആർക്കും മറക്കാൻ പറ്റാത്തൊരു ദുരന്തമായിരുന്നത്. ഉമ്മ ഇപ്പോൾ ജീവിതത്തിലോട്ട് വന്നപ്പോൾ ശ്രീകണ്ഠൻ നായരും പോലീസുകാരും ഒക്കെ ഉമ്മയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തോ ഒട്ടും ദയ തോന്നിയില്ല. ഉമ്മ പറയുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്. ആര് ചോദിക്കുമ്പോഴും ആ മൊഴി ഉമ്മ മാറ്റുന്നില്ല. ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്. പിന്നെ അതുപോലെ രാവിലെ മോനെ സ്കൂളിൽ വിട്ടതും മോന് ചോറും കറിയും ഉണ്ടാക്കി കൊടുത്ത് അതൊക്കെ ഉമ്മക്ക് ഓർമ്മയുണ്ട്. ഈ കടം എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ഉമ്മയ്ക്ക് ഓർമ്മയില്ല. അതുപോലെ തന്നെ മകൻ ഈ ചെയ്തത് ഒന്നും ഉമ്മയ്ക്കൊരു പ്രയാസമില്ല എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. സാറേ, എൻ്റെ ഇളയ മകൻ പോയി, ഈ മൂത്ത മകനാണ് ഇനി നമുക്ക്, അവനെ ഓർത്താണ് ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ മകനെ ഇറക്കിത്തരണം. ഈ ഇളയ മകൻ എങ്ങനെയാണ് മരിച്ചത്? ആ കാര്യം ഉമ്മ ഓർക്കുന്നുണ്ടോ? സ്വന്തം ഇളയ കുഞ്ഞിനെ സ്വന്തം മൂത്ത മകനാണ് കൊന്നത്. വളരെ വേദനയോടുകൂടി തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ഉമ്മയുടെ കരച്ചിലോ സംസാരമോ ഒട്ടും ദയ തോന്നിയില്ല. എല്ലാവർക്കും എങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനെയുള്ള മാതാപിതാക്കളാണ് ഇതുപോലുള്ള ഓരോ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്. കാരണം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. ഇത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ടും ഉമ്മ പറയുന്നത് എൻ്റെ മകനെ ഇറക്കണം എന്നാണ്. എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഒരു ശിക്ഷയുണ്ട്. ഇനി ആ മകൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരെയൊക്കെയാണ് വകവരുത്തുന്നത്? ഉപ്പയെ ബാക്കി വെക്കുമോ? ഇനി അല്ല ഉമ്മയെ തന്നെ ബാക്കി വെക്കുമോ? ഇനി അതുപോലെ ജീവനിൽ പേടിച്ചുകൊണ്ടല്ലേ ഈ ബന്ധുക്കൾക്കായാലും അയൽവക്കക്കാർക്കായാലും ജീവിക്കാൻ പറ്റുള്ളൂ? എന്തായാലും ഈ ഉമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ ഉമ്മയ്ക്ക് ഈ മകനുണ്ടാക്കിയ കടങ്ങൾ അതോ മകനും ഉമ്മയും കൂടി ഉണ്ടാക്കുന്നതാണോ? ഇതൊക്കെ ഈ ഉമ്മയ്ക്കറിയാം. പക്ഷേ ആര് ചോദിച്ചാലും ഉമ്മ ഈ മൊഴിയിൽ തന്നെ ക്ലിയറായിട്ട് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്, ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത്. എന്നാൽ ഈ ഉമ്മ എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മകൻ എങ്ങനെ ഇങ്ങനെയായി, അല്ലെങ്കിൽ ഈ മകൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചു ഈ ഉമ്മ ഒന്ന് കണ്ണു തുറന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ ആകെയുള്ളൊരു തെളിവാണെന്ന്. പക്ഷേ ഉപ്പയ്ക്ക് എനിക്കവനെ കാണണ്ട എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾക്കൊരു ഗൃഹനാഥൻ, അത് അച്ഛനാവാം, അല്ലെ മകനാവാം, അല്ലെ ഭർത്താവാം, ആരായാലും ഒരു കുടുംബത്തിനേക്ക് വേണ്ടി ജീവിതകാലം അധ്വാനിക്കുന്ന ഒരു ഗൃഹനാഥൻ വീട്ടിലുണ്ടാവുമ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്തിനാണ് ഇത്രയും പണം? അവർക്ക് ജീവിക്കാനുള്ള പണം വീട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം ഭർത്താവ് അറിയാതെ, അല്ലെ അച്ഛനറിയാതെ, മകനറിയാതെ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് പണം വാങ്ങി കടത്തിലേക്ക് പോകുന്നത് അതെന്തിനാണ്? അതാണ് മനസ്സിലാവാത്തത്. ഇവിടെയും സംഭവിച്ചത് ഈ ഭർത്താവ് അറിഞ്ഞിട്ടില്ല. ഇത്രയും മാത്രം കടം ഈ ഉമ്മയും മകനും എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള അവർക്കറിയില്ല. അതുപോലെ തന്നെ ഈ ഉപ്പ ദിവസവും വീട്ടിൽ വിളിച്ചിട്ടാകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ലേ? അല്ലെങ്കിൽ ഈ ഉമ്മയുമായി സംസാരിക്കാറില്ലേ? നിസ്സഹായിയായ ഒരു ഉമ്മയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ചിലപ്പോൾ ഇത്രയും വലുതായ മകൻ ഇതുപോലെ ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണ് ഈ കടങ്ങളിലൊക്കെ ഉമ്മ കൂട്ടുനിന്നെങ്കിൽ സ്വന്തം ഭർത്താവിനോട് എപ്പോഴെങ്കിലും ഈ ഉമ്മയ്ക്ക് തുറന്നു പറയാമല്ലോ, മകൻ തെറ്റായ രീതിയിലേക്കാണ് പോകുന്നത്, അവൻ ഇതുപോലെ പലയിടങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ച് കടങ്ങളാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലയിടത്തും പറയുന്നത് കേട്ടു, ഈ മകൻ രാത്രിയിൽ ഉറങ്ങാറില്ല, രാത്രിയിൽ ഒരു ബാഗും എടുത്ത് പുറത്തോട്ട് പോകുന്നു. ഇതൊക്കെ ഉമ്മയ്ക്ക് ഭർത്താവിനോട് തുറന്നു പറയായിരുന്നില്ലേ? പല വീടുകളിലും ഞാനും കണ്ടിട്ടുണ്ട്. മക്കൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അച്ഛൻ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ കൂടി ഭർത്താവിനോട് തുറന്നു പറയാതെ അമ്മ മൗനമായി ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് മക്കളുടെ വല്ലാത്തൊരു ജീവിത രീതിയിലേക്കായിരിക്കും. ഏതോ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ അന്ന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഈ കുടുംബത്തിൽ തന്നെ എന്തൊക്കെ സംഭവിച്ചു? ഇതുപോലൊരു പെൺകുട്ടിയായ സ്നേഹമുള്ളത് എനിക്ക് തോന്നുന്നത് ഉപ്പയ്ക്ക് മുഴുവനായിട്ടും അറിയില്ല. ഈ കുടുംബത്തെ ബന്ധുക്കളൊക്കെയും നിരന്തരം ഉപദേശിച്ചിട്ടുണ്ടായി. കാരണം ഉമ്മയും മകനും കൂടിയാണ് ഈ കടങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് ഈ കൊന്ന ഉപ്പയുടെ ജ്യേഷ്ഠനും പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് വൈരാഗ്യമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ കടങ്ങൾ വരുത്തിച്ചത് ഈ ഉമ്മയും ഈ മകനും കൂടിയാണെന്ന് അറിയാം. അപ്പോൾ ഈ ഉപ്പയോട് അവരും പറഞ്ഞിട്ടില്ലേ? ഇനി ഉപ്പ വെറുതെ ഇപ്പം പറയുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഉപ്പയുടെ അടുത്തും തെറ്റുണ്ട്. എല്ലാ ദിവസങ്ങളിലും 2 ആൺകുട്ടികളുമായി നിൽക്കുന്ന വീട്ടമ്മയായ ഭാര്യയെ വിളിച്ച് വീട്ടിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഈ ഉപ്പയും ഒന്ന്
ചോദിച്ചറിയേണ്ടതായിരുന്നു. ഏതായാലും സൗദിയിലായിരുന്ന സമയത്ത് കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെയായി ഉപ്പയ്ക്ക് വരാൻ കഴിയില്ലെങ്കിലും ഇടക്കാലത്ത് ഇവരെ സൗദിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തെങ്കിൽ ഈ ഉപ്പ സ്നേഹമില്ലാത്തൊരു മനുഷ്യനല്ല. അപ്പോൾ ഈ ഉമ്മയാണ് തെറ്റുകാരി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഉമ്മയ്ക്ക് സ്വന്തം ഭർത്താവിനോട് പറയാൻ പറ്റാത്തൊരു ബന്ധമല്ല. പണ്ട് കാലത്ത് പറയുന്നത് പോലെ ഒരു കുഞ്ഞാണെങ്കിലും തല്ലിയും ശിക്ഷിച്ചും തന്നെ വളർത്തണമെന്ന് പറയുന്നത് പോലെ തല്ലണം ശിക്ഷിക്കണം എന്നല്ല പറയുന്നത്. ഓരോ തെറ്റുകൾ കാണുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം സ്കൂളിലൊക്കെ എന്തെങ്കിലും ഒന്ന് ടീച്ചേഴ്സ് കുട്ടികളെ പറയുമോ അല്ല ഒരു ചെറിയ അടി വെച്ച് കൊടുക്കുകയോ ചെയ്താൽ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പല അമ്മമാരും ചോദിക്കും, ആഹാ അവൾ അങ്ങനെ ചെയ്തോ, അത് പോയി ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയുമ്പോൾ ഞാനല്ല തെറ്റുകാരൻ, സ്കൂളിലെ ടീച്ചേഴ്സാണ്. അതുപോലെ ഏതെങ്കിലും ഒരു സ്നേഹത്തോടെ അയൽവക്കങ്ങളിലെ ആരെങ്കിലും ഒരു ഉപദേശ രൂപത്തിൽ പറഞ്ഞ അവളാരാണ് എൻ്റെ മകനോടത് പറയാൻ എന്നുള്ള രീതി അതല്ല. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മകനത് തെറ്റ് ചെയ്തിട്ടായിരിക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഓരോ കുഞ്ഞുങ്ങളും ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ, എല്ലാവരെയും ഞാൻ പറയുന്നതല്ല, ഈ ഉമ്മയുടെ സംസാരവും ഈ ഉമ്മയുടെ കരച്ചിലും മകനെ പുറത്തിറക്കണം എനിക്കവനെ വേണമെന്ന് പറയുമ്പോൾ ഈ ഉമ്മയ്ക്ക് എന്തൊക്കെയോ കള്ളത്തരമുള്ളത് കൊണ്ടാണോ? കാരണം ഈ കടത്തിൽ ഉമ്മയും കൂടി ഇടപെട്ടത് കൊണ്ടാണോ ഈ ഉമ്മ കുറ്റബോധം പോലെ അവനെ ഇറക്കണമെന്ന് പറയുന്നത്? അതല്ല നിരന്തരം മകൻ്റെ ചെവിയിൽ ഉപ്പയുടെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു അല്ലെ ഉപ്പയുടെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മകനെ ഈ ക്രൂരതയുള്ളൊരു മനസ്സാക്കി കൊടുക്കാൻ ഈ ഉമ്മയും കാരണമായിട്ടുണ്ടാവുമോ? ശ്രീകണ്ഠൻ നായർ വീട് വെച്ച് കൊടുക്കുക എന്നൊക്കെ വാഗ്ദാനം കൊടുത്തു പോകുന്നത് കണ്ടു. ശരിക്കും ഇവർക്ക് ബന്ധുക്കളുണ്ട്. ഈ ഉമ്മ കുറച്ചു കാലം എവിടെയെങ്കിലും ഇപ്പം താമസിക്കുന്ന ഏതെങ്കിലും ഒരു അനാഥാലയം പോലെ ഏതോ ഒരു സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്, അവിടെ കുറച്ചു കാലം നിൽക്കട്ടെ. ഉപ്പയുടെ വീട്ടുകാരെ എവിടെയെങ്കിലും താമസിപ്പിക്കാതിരിക്കില്ലല്ലോ. അല്ലാതെ ഇപ്പോൾ ഇതുപോലെ ഈ ഒരു അവസരത്തിൽ പോയി ശ്രീകണ്ഠൻ നായർ അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, അത് ഉമ്മയോട് പറയുന്നു. അതേ ഇനിയിപ്പോൾ ജയിലിലുള്ള ഈ കുട്ടി വാർത്തയിലോ മറ്റോ അറിഞ്ഞു കഴിഞ്ഞാലും ഇനിയും ഒരു 2-3 ആളെ കൊന്നിട്ട് വന്നു കഴിഞ്ഞാലും എനിക്കൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അതല്ല യുവതലമുറ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതൊക്കെ തെറ്റായിട്ട് തന്നെയാണുള്ളത്. എന്തായാലും ഇതുപോലുള്ള അഫാന്മാരൊന്നും ഇനി ഭൂമിയിലില്ലാതിരിക്കട്ടെ. അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ പോലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു രീതിയിലോട്ട് മാറാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ ഇനിയൊരു ഉപദേശങ്ങളോ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇക്കാലത്ത് നന്നാവുമെന്ന്.